ഡിയേഴ്സ്, ഞങ്ങൾ എറണാകുളം മറൈൻ ഡ്രൈവ് വാക്ക്വേ എന്നാണ്. നോക്കിയേ. ഈ സ്ഥലം എറണാകുളം ഹൈക്കോർട്ടിൻ്റെ അവിടെ നിന്ന് വടക്കോട്ട് വരണം, അല്ലെങ്കിൽ നമ്മുടെ മറൈൻ ഡ്രൈവിൽ നിന്ന് വടക്കോട്ട് വന്നു കഴിയുമ്പോഴാണ് ഈ സ്ഥലം വരുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. പണ്ട് ചതുപ്പൊക്കെ ആയിരുന്നു. ഇപ്പൊ നോക്കിയേ എത്ര ഭംഗിയുള്ള കെട്ടിടങ്ങളാണ്. പ്രസ്റ്റീജിന്റെ കെട്ടിടം, അങ്ങോട്ട് നോക്കിയേ നിറയെ കെട്ടിടങ്ങൾ ഒക്കെ ചതുപ്പൊക്കെ നികത്തിയെടുത്തതാണ് ഇതെല്ലാം. അപ്പൊ ഞാൻ വന്നത് ഇത് പറയാനോ ഇത് കാണിക്കാനോ വേണ്ടിയിട്ടല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. മറ്റൊരു തലത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഞാൻ കൈക്കൂലിയുടെ കാണാക്കാഴ്ചകൾ എന്നുള്ള ഒരു സബ്ജക്റ്റ് ഞാൻ പറഞ്ഞിരുന്നു. ഒത്തിരി കൈക്കൂലിയുടെ ഡീറ്റെയിൽസ് പറയാമെന്ന്. അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിലൂടെ പോയ ഒത്തിരി കാര്യങ്ങൾ, ഒരു 1000-ലധികം കൈക്കൂലി കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷെ പറയാത്ത മറ്റൊന്നുമല്ല, ഞാൻ കുറേ ഡ്രാഫ്റ്റുകൾ ചെയ്തു. ആ ഡ്രാഫ്റ്റുകൾ ചെയ്തതിന് തുടർന്ന് പലയിടത്തുനിന്നും വിളികളുണ്ടായി. ഇപ്പോൾ KSEB ഒത്തിരി ഫ്രണ്ട്സ് പറഞ്ഞ് ഓരോ ഡ്രാഫ്റ്റ്സ് മാറ്റേണ്ടി വന്നു, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തവരെ മാറ്റേണ്ട ഒരു അവസ്ഥ വന്നു. എങ്കിലും ഞാൻ ഈ കൈക്കൂലിയുടെ ഇഷ്ടപ്പെടാതെ വന്ന ഒരു വ്യക്തിയായത് എന്താണെന്ന് പറയുകയാണ്. ഒത്തിരി പ്രോബ്ലംസ്. ഇപ്പൊ ഞാൻ തന്നെ കൈക്കൂലി വാങ്ങിക്കാത്തതിൽ ഒത്തിരിയധികം പ്രശ്നങ്ങൾ തരണം ചെയ്തതാണ്. ഏതാണ്ട് ഒരു സസ്പെൻഷൻ വരെയൊക്കെ വരേണ്ടതായിരുന്നു ഈ പറഞ്ഞ കൈക്കൂലി വാങ്ങാത്തതിൽ മാത്രം. ട്രാൻസ്ഫറുകൾ ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ട്സും മറ്റുള്ളവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, കൈക്കൂലിയെ പറ്റി പറയുമ്പോൾ മറ്റേ നമ്മുടെ ബോർഡിനെ തന്നെ എഫക്ട് ചെയ്യണമല്ലേ എന്ന്. ആക്ച്വലി ബോർഡല്ലല്ലോ കൈക്കൂലി വാങ്ങിക്കുന്നത്, സ്റ്റാമ്പ്സ് അല്ലേ വാങ്ങിക്കുന്നത്. എങ്കിലും KSEB ഒരിക്കലും വരരുതെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. അതെന്താണെന്ന് ഞാൻ പറയാം. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഏതാണ്ട് ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡുകാരെ ഞാൻ കാണുന്നത്. എൻ്റെ ലൈഫിലേക്ക് ഒരു ലൈൻമാൻ കടന്നു വരുന്നത്, ലൈൻമാനെ ആദ്യമായി കാണുന്നത്. ഒരു ലൈൻമാൻ, ഇലക്ട്രിസിറ്റി ബോർഡിൽ ലൈൻമാൻ എന്ന് പറയുന്ന ഏതോ ഒരു വലിയൊരു സംഭവം എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. അത് ലൈൻ പോലെ ഇരിക്കുമെന്നോ അല്ല കമ്പി പോലെ ഇരിക്കുമെന്നൊക്കെ വിചാരിച്ചത് കുട്ടിയായിരുന്ന കാലത്ത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഇവരൊക്കെ മനുഷ്യനായിട്ടല്ല കാണുന്നത്, കറണ്ടായിട്ടാണ് കണ്ടിരുന്നത്. ഈ കമ്പിയും കാലും എന്നല്ല പറയുന്നത്, ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് കമ്പിയും കാലുമാണ്. അപ്പൊ ആ ഒരു തലത്തിൽ ഞാൻ കാണുമ്പോഴാണ് ഇവരെ കാണാനുള്ള ഒരവസരം വരുന്നത്. ആ അവസരം എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ്. എൻ്റെ രണ്ടാമത്തെ പെങ്ങളുടെ കല്യാണം. ആദ്യത്തെ പെങ്ങളുടെ കല്യാണം 2.5 വയസ്സുള്ളപ്പോഴാണ്. രണ്ടാമത്തെ പെങ്ങളുടെ കല്യാണം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ്. ആ കാലത്താണ് ഞാൻ വീട്ടിൽ കറണ്ട് എടുക്കുന്നത്. ഏതാണ്ട് ഒരു ആ കാലയളവിൽ തന്നെയാണ്. പെങ്ങളുടെ കല്യാണത്തിന് ഒത്തിരിയധികം പേരൊക്കെ വന്നിട്ടുണ്ട്. രാത്രിയായപ്പോൾ എല്ലാവർക്കും അത്താഴം ഇട്ടൊക്കെ ആയിരുന്നു. അപ്പൊ പണ്ടെന്ന് പറഞ്ഞാൽ അറിയാവോ, പെട്രോൾ മാക്സ് ആണ് എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്നത്. കറണ്ട് ആയതുകൊണ്ട് അതില്ല. ഇപ്പൊ ട്യൂബൊക്കെയാണ്, അത് വളരെ റെയറാണ് പലയിടത്തും തന്നെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കറണ്ട് പോയി. എല്ലാവരും ഇത് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്താണ് പന്തലിൽ കറണ്ട് പോയി. ഉടനെ തന്നെ പെട്രോൾ മാക്സും അതുപോലെ സാധനങ്ങളൊക്കെ എടുത്തു. അപ്പൊ ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ളൊരു കടക്കാരനുണ്ട്, വിജയൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം വന്നിട്ട്, ഇപ്പൊ നല്ല പ്രായമുണ്ട്. ആ കാലത്ത് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരായിട്ട് പറഞ്ഞോ, അപ്പച്ചനെ വെച്ചിട്ട് പറയാണ്, അപ്പച്ചോ ഇലക്ട്രിസിറ്റി ബോർഡുകാരനെ കണ്ടോന്ന് ചോദിച്ചു. ലൈൻമാനെ കണ്ടിരുന്നോന്ന് ചോദിച്ചു. അപ്പൊ അപ്പച്ചൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അല്ല, എന്തെങ്കിലും ക്യാഷ് വല്ലതും കൊടുത്തിരുന്നോ? ഇല്ല. ഇപ്പൊ കറണ്ട് പോയില്ലേ? അവിടേക്ക് നോക്കി, അവിടെ എല്ലാം കറണ്ട് ഉണ്ട്, മറ്റുള്ള വീടുകളിലൊക്കെ ഉണ്ട്. ഇവിടെ കറണ്ട് ഇല്ലാത്ത കാരണം ലൈൻമാൻ ഫീസ് ഊരിയതാണ്. ലൈൻമാനെ കൊണ്ടുപോയി ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കറണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ അപ്പച്ചൻ ഉടനെ തന്നെ കാശൊക്കെ ഒപ്പിച്ച് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോ ലൈൻമാൻ പറയുകയാണ്, വീട്ടിലെന്താ പരിപാടി? അപ്പൊ പറയാണ്, ഞങ്ങൾക്ക് നാളെ പപ്പടം പായസമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇറച്ചിയൊന്നും ഇല്ലേ? അപ്പൊ പറഞ്ഞു, ഇറച്ചിയൊന്നും ഇല്ല. അപ്പൊ ഇന്നില്ലേ? ഇന്നുണ്ട്, ഇന്ന് കുടലിഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു. ഉടനെ വിജയൻ ചേട്ടൻ പറയുകയാണ്, അത് വെറുതെ ഭക്ഷണം കൊടുത്ത കാര്യമില്ല, അയാൾക്ക് വെള്ളം കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, വീട്ടിൽ വെള്ളം ഉണ്ടല്ലോ. കാരണം അപ്പച്ചൻ മദ്യപിക്കുകയും സിഗരറ്റ് വലിക്കുകയും വീട് വലിക്കുകയും ചെയ്യില്ല, യാതൊരു ദുശീലങ്ങളും ഇല്ലാത്ത വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വീട്ടിൽ വെള്ളം ഉണ്ടല്ലോ. അപ്പൊ അതല്ല ഉദ്ദേശിക്കുന്നത്, ഈ കുപ്പിയാണെന്ന് പറഞ്ഞു. അപ്പൊ ചാരായം വേണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് അപ്പച്ചൻ പോയിട്ട് അയാൾക്ക് വേറെ ആളോട് പറഞ്ഞു ചാരായം വാങ്ങിക്കുന്നു. അങ്ങനെ ചാരായം വാങ്ങിച്ചു കഴിഞ്ഞ് പറഞ്ഞു, അയാൾക്ക് മുട്ട വറുത്ത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മുട്ട വറുത്തിട്ട് ഒരു മുറിയിൽ അദ്ദേഹത്തിന് ലിക്കറൊക്കെ കൊടുത്തു.
അപ്പൊ ഞങ്ങളൊക്കെ കാണുന്നത് തന്നെ ആദ്യമായിട്ടല്ലേ ഈ ലൈൻമാനെ കാണുന്നത്, ഭയങ്കര ബഹുമാനത്തോടെയൊക്കെ കാണുന്നത്. അങ്ങനെ അയാൾ അവിടെ നിന്ന് ഒരു വൃത്തികെട്ട രീതിയിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചു, ചാരായം കുടിച്ചു, ഏതാണ്ടോ ഒരു അരക്കുപ്പിയൊക്കെ ആയിരിക്കും തോന്നുന്നു, ഒറ്റ വലിക്കാൾ കുടിച്ചു. കുടിച്ച ശേഷം ഇയാൾക്കപ്പോ പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇയാള് വാള് വെച്ചു. അപ്പൊ ഞങ്ങള് ഇയാളിന്ന് പോയി അപ്പുറത്ത് കളിക്കുകയാണ്. കളിക്കുന്ന സമയത്താണ് എന്നോട് പറയുന്നത് വാള് വെച്ചു. അപ്പൊ ഞാൻ വാളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല, ഈ രാജാകുമാർ വാളെന്നൊക്കെ കണ്ടിട്ടില്ല. ഞങ്ങൾ ഓടിച്ചെന്നു, ഞങ്ങൾ കുട്ടികളെല്ലാം ഞങ്ങൾ ഓടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ വാള് വെക്കുകയാണ്. വാള് വെക്കുന്നത് എന്താണ്, ഛർദിക്കലായിരുന്നു. ഞങ്ങളിരിക്കുന്ന ആ ഒരു തലത്തില്, സദ്യ നടക്കുന്നതിന്റെ നടുക്ക് ഇയാൾ ഛർദിച്ചിട്ട് അവിടെ വീണ് 4 കാലിൽ നിൽക്കുന്നതാണ്. വളരെ മോശമായ രീതിയിൽ അത് കൈക്കൂലി വാങ്ങിക്കുന്നത് മാത്രമല്ല, വളരെ മോശമായ ഒരു ബിഹേവിയർ ആയിരുന്നു അന്നുണ്ടായത്. അപ്പൊ അതോടെ എന്റെ മനസ്സിലുണ്ടായി, ഒരു ഇലക്ട്രിസിറ്റി ബോർഡുകാരൻ ആകേണ്ട കാരണം ഒരിക്കലും ആവേണ്ട കാര്യം, എല്ലാവരാലും ഒരു നികൃഷ്ട ജീവി എന്നാണ് ആ കാലത്തെല്ലാം ഇവരെ അറിയപ്പെടുന്നത്. കാര്യം മറ്റൊന്നുമല്ല, കാശില്ലാതെ ഒന്നും നടക്കില്ല. അപ്പൊ ഫീസ് വാങ്ങിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വർക്ക് ചെയ്യുന്നത്. ഒരു കറണ്ട് കിട്ടണമെങ്കിൽ, കറണ്ട് ഇല്ലെങ്കിൽ, അല്ലെ കറണ്ട് കളഞ്ഞിട്ട് ഫീസ് ഊരിയിട്ട്, ഇപ്പൊ ആയിടക്കാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണം അവരുടെ ഓരോരുത്തരും ഫീസൊക്കെ ഊരി കാശ് കൊടുക്കാനൊന്നുമല്ല, ഫീസ് ഊരിയിട്ട് പോയി കാശ് മേടിക്കുന്ന പറഞ്ഞാൽ. അതുപോലെ തന്നെ എപ്പോഴും വെള്ളം അടിക്കുന്ന ഈ വ്യക്തിയെ തന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വർഷങ്ങൾക്ക് ശേഷമല്ല, അവർ 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും കൂടി ചുറ്റും കൂടി ഇരിക്കുന്നു റോഡ് സൈഡിൽ. ഇപ്പൊ എന്താണ് കാര്യം നോക്കിയിരുന്നത്, ഈ മനുഷ്യൻ അവിടെ 4 കാലിൽ നിന്നിങ്ങനെ മുണ്ടില്ല, ഷർട്ട് ഉണ്ട്, ആകെ ട്രൗസർ ഇട്ടിട്ട് നീന്തുകയാണ്. അതൊക്കെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്, തൊട്ടടുത്ത് ചാരേഷാപ്പിൽ നിന്ന് വെള്ളം അടിച്ച ശേഷം വന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു മോശമായ ഒരു അഭിപ്രായമായിരുന്നു എനിക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന രീതിയിൽ വന്നത്. അപ്പൊ അന്ന് ഞാൻ മനസ്സിൽ കരുതി ഞാൻ ഒരിക്കലും ഇതാവരുതെന്ന്. പിന്നെ ഒരിക്കല് എനിക്ക് തോന്നി അങ്ങനെ ആയതുകൊണ്ട് കാര്യമില്ല, ഇലക്ട്രിസിറ്റി ബോർഡ് കാരനാകണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ചിന്തിച്ചിരുന്ന കരുതിയ ഒരു സംഭവം വേറെ ഉണ്ടായി. അത് അടുത്ത വീഡിയോയിൽ തരാം. എല്ലാവർക്കും നമസ്കാരം. എറണാകുളത്തിന്റെ ഭംഗി ഒന്നുകൂടി കണ്ടോ. ഇത് ബോട്ടാണ്. ഇവിടെ ഓരോരുത്തരും ബോട്ടിനൊക്കെ ഓരോരുത്തർ വന്ന് വിളിക്കാറുണ്ട്, ടൂറിനൊക്കെ പോകുന്നത്. അതുപോലെ ഒത്തിരി ബോട്ടുകൾ അവിടെ അറ്റത്തുണ്ട്, അവിടെ ഒരു ബോട്ട് കാണുന്നുണ്ട്. അതാണ് വേമ്പനാട് പാലം.